അന്നദാനം മഹാദാനം എന്നാണ് പറയുക. അപ്പോൾ ആ മഹത്തായ കാഴ്ചയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. എറണാകുളത്തപ്പൻ ക്ഷേത്രം അവിടെ അല്ലേ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. വലിയ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അന്നദാനം അതിനുവേണ്ടി ഭക്തരൊക്കെ ഇങ്ങനെ തിരക്കൂട്ടി നിൽക്കുമ്പോൾ അന്നദാനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അതിഥി അത് അവർക്ക് കൂടുതൽ സന്തോഷം പകർന്നു. കാരണം നമ്മുടെയൊക്കെ അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം വീണ്ടും വീണ്ടും ഉയർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനാണ്. ആ അന്നദാന കാഴ്ച കൂടി അല്ലെങ്കിൽ ഭക്തർക്ക് ഭഗവാന്റെ പ്രസാദം എന്ന നിലയിൽ അന്നദാനം എത്തുമ്പോൾ അതിന് ഉദ്ഘാടനം കുറിക്കാൻ എത്തിയത് ആരുമല്ല, നമ്മുടെ പ്രിയ മമ്മൂക്കയാണ്. കാണാം കാഴ്ച. പത്മഭൂഷൺ ലഭിച്ചതിനു ശേഷം നടൻ മമ്മൂട്ടി ആദ്യമായി പങ്കെടുത്തത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിലായിരുന്നു. 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ അന്നദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിരുന്നു മമ്മൂട്ടി എത്തിച്ചേർന്നത്. ഉദ്ഘാടനം നിർവഹിച്ച ശേഷം എല്ലാ ചടങ്ങുകളിലും നടൻ പങ്കെടുത്തു. ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് പുറമെ മമ്മൂട്ടിയെ കാണാനെത്തിയവരും നിരവധിയാണ്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാകാൻ നടനെത്തിയത് മതേതരത്വത്തിന്റെ തെളിവ് കൂടിയാണെന്ന് ക്ഷേത്രം ഭാരവാഹികളും അറിയിച്ചു. ഈ ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും അദ്ദേഹത്തെ സമീപിച്ച് ഈ ക്ഷേത്രോത്സവത്തിലെ ഈ മഹനീയമായ മഹാപ്രസാദവൂട്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സ്വീകരിക്കുകയും ഇവിടെ വന്ന് പ്രസാദവൂട്ടിൻ്റെ വിവിധ ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. സമഭാവനയുടെ സന്ദേശം കൂടി എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഒരു ഉദാത്തമായ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അന്നദാനത്തിനായി ഭക്ഷണം വിളമ്പിയ ശേഷമാണ് മമ്മൂട്ടി മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തായാലും മനോഹരമായ കാഴ്ചയായിരുന്നു. അപ്പോൾ സ്നേഹ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. സ്നേഹ, പത്മ പുരസ്കാരങ്ങൾ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ നിൽക്കുന്ന വേളയിൽ അതിനുശേഷം ആദ്യം അദ്ദേഹം എത്തുന്ന ചടങ്ങ് എറണാകുളത്തിൻ്റെ നാഥനായ എറണാകുളത്തപ്പൻ്റെ സന്നിധിയിലേക്ക് കൂടിയാണ്. അതിനും ഒരു കൗതുകമുണ്ട്. ആളുകളും വളരെ സന്തോഷത്തോടുകൂടി, മമ്മൂക്കയും വളരെ ഇഷ്ടത്തോടുകൂടി ആ ചടങ്ങിൻ്റെ ഭാഗമാകുന്നു. എത്ര സമയം അദ്ദേഹം ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു പറയും? മമ്മൂട്ടിയെ ഇന്ന് എറണാകുളത്തപ്പൻ ശിവക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ ഭക്തർക്കും അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിനെത്തിയപ്പോൾ മമ്മൂട്ടിക്കും സന്തോഷം. അങ്ങനെ ഇരു കൂട്ടുകാർക്കും സന്തോഷം നൽകുന്ന ഒരു ചടങ്ങിനായിരുന്നു ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ 7 ദിവസമായി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നു മുതലാണ് അന്നദാനം കൊടുത്തു തുടങ്ങുന്നത്. അതുമായി അനുബന്ധിച്ച് അന്നദാനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു മമ്മൂട്ടി ഇന്ന് അവിടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തിയത്. അന്നദാനത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തു. തിരി തെളിക്കുന്നത് മുതൽ ഭക്തർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് വരെ അങ്ങനെ എല്ലാ ചടങ്ങുകളിലും സന്തോഷപൂർവ്വം മമ്മൂട്ടി പങ്കുചേർന്നു എന്നതാണ്. മറ്റൊരു പ്രതികരണത്തിനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവാർഡ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം മാതൃഭൂമിയോട് പ്രതികരിച്ചതുപോലെ സന്തോഷമെന്ന് തന്നെയായിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നത്. ഇന്നും ആ സന്തോഷം അത് കാണാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. പത്മഭൂഷൺ ലഭിച്ചതിന് ശേഷം മമ്മൂട്ടി പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു ചടങ്ങ് കൂടിയാണ് എന്നൊരു പ്രത്യേകതയും ഈ ഒരു ചടങ്ങിനുണ്ട് എന്നതാണ്. അതുമാത്രമല്ല, നിരവധി ആളുകളാണ് ക്ഷേത്രത്തിന് പുറത്തും ആ ഒരു ഗ്രൗണ്ടിന് പുറത്തും ഉള്ളിലുമൊക്കെയായി മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് തിങ്ങിക്കൂടി നിന്നിരുന്നത്. ഒട്ടേറെ അമ്മമാർ രാവിലെ മുതൽ തന്നെ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയെ കണ്ടപ്പോൾ അവർക്കും ഒരു സന്തോഷം കൂടിയാണ്. അപ്പോൾ പുരസ്കാരം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യ ചടങ്ങ് കൂടിയാണ് എന്നൊരു ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്. മാത്രമല്ല, ഒരു മതേതരത്വത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഉദ്ഘാടന ചടങ്ങിനായി മമ്മൂട്ടി എത്തിയതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അടക്കം പറഞ്ഞു. തുടരട്ടെ അല്ലേ? മമ്മൂക്കയുടെ അടുത്ത പടം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പോസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് വന്ന് ഏപ്രിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഒരുമിക്കുന്ന സിനിമ ഒരു വിസ്മയം എന്നതുപോലെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം സന്തോഷങ്ങൾ കൂടി.